കാഴ്ചക്കാരിൽ ആവേശം വാനോളം ഉയർത്തി ചവിട്ടുനാടക മത്സരം. ചെന്തമിഴിലുള്ള നാടകാവതരണം ഭാഷാപരമായി മനസ്സിലാകില്ലെങ്കിലും കാണികളെ ആവേശം കൊള്ളിക്കാനുള്ള ദൃശ്യവിരുന്ന ചവിട്ടുനാടകത്തിലുണ്ട്. തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് തുടക്കമിട്ട ഈ കലാരൂപം കലോത്സവ വേദികളിലൂടെയാണ് കേരളത്തിൽ എമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടതും ജനകീയമായതും. ചെന്തമിഴ് ഭാഷയിൽ രചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മലയാളികൾക്ക് ഇതിലെ സംഭാഷണങ്ങളും പാട്ടുകളും പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും ചടുലമായ ചുവടുകളും വൈവിധ്യങ്ങൾ നിറഞ്ഞ വേഷവിധാനവുമെല്ലാം കാണികളെ പിടിച്ചിരുത്തിക്കളയും. കാറൽസ്മാൻ ചരിതം, ജനോവ ചരിതം എന്നിങ്ങനെയുള്ള ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള നാടകങ്ങളാണ് കലോത്സവ വേദികളിൽ കൂടുതൽ എത്താറുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ശരണം വിളിച്ച് അയ്യപ്പ ചരിതവും ചവിട്ട് നാടകമായെത്തി. ധാരാളം കായികശേഷിയും മെയ്വഴക്കവും ആവശ്യമുള്ള ഈ കലാരൂപത്തിൽ കിതപ്പുകളും അവശതകളും മുഖത്തോ ശരീരത്തിലോ പ്രകടിപ്പിക്കാതെ കാണികളെ ഹരം കൊള്ളിക്കാൻ നന്നായി വിയർപ്പൊഴുക്കുന്നു ഈ കലാകാരന്മാർ. കാണികൾ നൽകുന്ന നിറഞ്ഞ കയ്യടികളിൽ എല്ലാ അവശതകളും മറക്കുന്നു ഈ കലാകാരന്മാർ. മത്സരത്തിനുണ്ടായിരുന്ന ഈ കുട്ടികളുടെ കിതപ്പ് ഇനിയും ഒതുങ്ങിയിട്ടില്ല. കലോത്സവ ചവിട്ടുനാടക വേദിയിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.